ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും ക്രിസ്പി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളെല്ലാവരും ചിന്തിക്കും. ഇത് പക്വടയല്ല, കാരണം കുറച്ചും കൂടി ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അത് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മതി. അതിനുശേഷം ഞാൻ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരിയോ അല്ലെങ്കിൽ സാധാ മുളക് പൊടിയോ, ഞാൻ ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലോർ പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതായത് ഒരു 1.5 to 2 സ്പൂൺ മൈദപ്പൊടിയും 1 സ്പൂൺ കോൺഫ്ലോർ പൊടിയും അങ്ങനെ എടുത്താൽ മതി. അതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചാൽ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരുപാട് ലൂസാക്കണ്ട, ഈ കാണുന്ന ഒരു രീതിയിലാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ നല്ലതാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടാക്കി, പാനിൽ എണ്ണ ചൂടാക്കി എടുക്കുക. ആ ചൂടായ എണ്ണയിൽ നിന്ന് 1 സ്പൂൺ എണ്ണ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ട്, എണ്ണ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, അത് നമ്മുടെ ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ്, അതിനുശേഷം ഒരു സിം ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് എണ്ണയിൽ നിന്ന് മാറ്റുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാറ്റാൻ. ഇത് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒനിയനെ കൊണ്ടുള്ള സ്നാക്ക് ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.